അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹൃദയാന്തരങ്ങളിലെ അറിവിൻ്റെ അക്ഷരക്കൂട്ടുകൾക്ക് സാഹിത്യത്തിൻ്റെ നിറം പകരുന്ന എജൂലിറ്റിൻ്റെ പ്രൗഢമായ വേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഗസ മാധ്യമങ്ങൾക്ക് വേണ്ടാത്ത മാധ്യമ പ്രവർത്തകരുടെ ശ്മശാനം എന്ന സമകാലിക വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗസ അതൊരു ചോരയുടെ സത്യമാണ്, വേദനയുടെ തേങ്ങലാണ്, കണ്ണീർ പെയ്ത ഇടമാണ്. ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും അകന്നുപോയൊരിടം അല്ല, അവർ അകറ്റിക്കളഞ്ഞൊരിടം എന്ന് വിശേഷിപ്പിക്കാം. ലക്ഷക്കണക്കിന് മാധ്യമ പ്രവർത്തകരുടെ രക്തം കുടിച്ച മണ്ണുള്ള ഇടം. ഒരർത്ഥത്തിൽ അതൊരു ശ്മശാന ഭൂമിയാണ്. ഗസയിലെ സാമൂഹിക പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് പതിറ്റാണ്ടുകളായി തുടരുന്ന ക്രൂരതയുടെ ചരിത്രമാണ്. സമീപകാലത്ത് നാം നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ക്രൂരമായ നരഹത്യയിൽ ആയിരക്കണക്കിന് മനുഷ്യജീവനുകളാണ് ഓരോ ദിവസവും പൊലിയുന്നത്. ബോംബാക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കണക്കുകളില്ല. പിഞ്ചു പൈതങ്ങൾ പോലും ഈ ക്രൂരഹത്യക്ക് ഇരയാകുകയാണ്. ഈ കൂട്ടക്കുരുതിയുടെ യഥാർത്ഥ ചിത്രം സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കേണ്ട ശരിക്കുമുള്ള ഉത്തരവാദിത്വം ആരുടെ പേരിലാണ്? നിസ്സംശയം തന്നെ പറയാം, അതിവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നാം കാണുന്നത്. ലോകത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഈ മഹാദുരന്തത്തെ ഒരു ചെറിയ സംഘർഷം മാത്രമാക്കി ലഘൂകരിക്കുകയാണ്. ഗസ എന്നത് അവർക്ക് വേണ്ടാത്ത ഒരു വാർത്തയാകുകയാണ്. മനുഷ്യർ മൃഗങ്ങളെ പോലെ വേട്ടയാടപ്പെടുന്ന ഈ സ്ഥലം ലോക ഭൂപടത്തിൽ തന്നെ പതിയെ മായ്ച്ചു കളയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഗസയിലെ മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും അപകടം പിടിച്ച ജോലി ചെയ്യുന്നവർ. കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. നാം അതെടുത്ത് പരിശോധിച്ചാൽ അറിയാം, ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയധികം മാധ്യമ പ്രവർത്തകർ ലക്ഷ്യം വെച്ച് കൊല്ല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യുദ്ധമുണ്ടാകില്ല. കൊല്ലപ്പെടുന്ന ഓരോ മാധ്യമ പ്രവർത്തകനും ലോകത്തിന് മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു സത്യം കൂടിയാണ് കുഴിച്ചു മൂടപ്പെടുന്നത്. ഇത്തരുണത്തിൽ അൽ ജസീറയുടെ ജേർണലിസ്റ്റ് ആയിരുന്ന വോയൽ അൽ ദഹ്ദൂദ് എന്ന ആ വ്യക്തിയുടെ കഥനകഥ ഓർത്തു പോകുകയാണ്. സ്വന്തം ഭാര്യയും മക്കളും കൊല ചെയ്യപ്പെട്ട വിവരം ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുന്ന വളരെ പരിതാപകരമായ ദുരവസ്ഥ. ഏത് സാഹിത്യത്തിന് കഴിയും അതിനെ വർണ്ണിക്കുവാൻ? ഏത് തൂലികയ്ക്ക് കഴിയും അതിനെ എഴുതി തീർക്കുവാൻ? ഗസയിലെ ആയിരക്കണക്കിന് ചോരകലർന്ന സംഭവ വികാസങ്ങളിലെ ഒരിര മാത്രമാണ് അദ്ദേഹമെങ്കിൽ ഇതുപോലെ നടമാടപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ ചോര കൊണ്ട് ലോകത്തോട് ചോദിക്കുന്നു, സത്യം പറഞ്ഞതിനാലാണോ ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടത്? ധർമ്മം അനുധാവനം ചെയ്തതിനാലാണോ ഞങ്ങൾ മൃഗീയമായി വേട്ടയാടപ്പെട്ടത്? മനസ്സാക്ഷിയുള്ള ഒരുവനും അതിനുത്തരം പറയാതെ കടന്നു പോകാൻ സാധിക്കില്ല. ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളായ CNN, റോയിട്ടേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഗസയിലെ ക്രൂരതകൾ കാണാത്തത്? അവരെന്താണ് അതിൽ ശ്രദ്ധ പതിപ്പിക്കാത്തത്? തീർച്ചയായും ഇവിടെ നടമാടപ്പെടുന്നത് വ്യക്തമായ സാമ്പത്തികത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇരട്ടത്താപ്പുകളാണ്. ഇസ്രയേൽ ലോബിയെ ഭയന്ന്, തങ്ങളുടെ പരസ്യ വരുമാനത്തെ ഭയന്ന് സമൂഹ മാധ്യമങ്ങൾ സത്യത്തിൽ നിന്നും പിന്മാറുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹപ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നത് കണ്ടിട്ട് പോലും അത് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഈ മാധ്യമങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല, അവരുടെ ശബ്ദമുയരുന്നില്ല. പലസ്തീനിലെ ജീവൻ എന്താ മറ്റു മനുഷ്യ ജീവനേക്കാൾ വില കുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ഉത്തരമില്ല. മാധ്യമങ്ങൾ ഈ സംഘർഷത്തെ ഒരു പ്രതിരോധം എന്ന നിലയിൽ അവതരിപ്പിച്ച് നരഹത്യയെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഈയിടെ ഒരു വാർത്താ മാധ്യമത്തിൽ ഇസ്രയേൽ പലസ്തീൻ യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിലെ യുദ്ധ തടവുകാരെ ഹോസ്റ്റേജസ് അഥവാ യുദ്ധ തടവുകാരെന്നും
പലസ്തീനികളായ യുദ്ധത്തടവുകാരെ പ്രിസണേഴ്സ് അഥവാ ജയിൽ പുള്ളികൾ എന്ന രീതിയിൽ രണ്ട് വേർതിരിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെയൊക്കെ ആകത്തുക? വ്യക്തമായി തന്നെ പറയാം, മാധ്യമങ്ങൾ മനഃപൂർവ്വം മൗനം പാലിക്കുന്നു. ഈ മൗനം അക്രമകാരികൾക്കുള്ള പ്രോത്സാഹനമാണ്. ഗസയിലെ മാധ്യമങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അവിടെ മനുഷ്യത്വം കൂടി മരിക്കുന്നു. പത്രങ്ങൾ തങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാതെയാകുമ്പോൾ അത് മനുഷ്യത്വത്തിനും ജനാധിപത്യത്തിനും ഏൽക്കുന്ന ഏറ്റവും വലിയ കടുത്ത പ്രഹരമാണ്. ഇതുപോലെയുള്ള മാധ്യമങ്ങളുടെ അലസിതാവസ്ഥയാണ് മനുഷ്യർക്ക് ഇത്രത്തോളം സാമൂഹിക കെട്ടുറപ്പില്ലായ്മ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ വാക്കുകൾ അവർക്ക് പടവാളുകളാകട്ടെ, നമ്മുടെ എഴുത്തുകൾ അവർക്ക് പരിചകളാകട്ടെ, നമ്മുടെ ശബ്ദം അവർക്ക് പടയോട്ടങ്ങളാകട്ടെ, നമ്മുടെ ഐക്യം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ധ്വനിയാകട്ടെ. ഗസ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർക്കുക, സത്യം തകർക്കപ്പെടുമ്പോൾ നിശബ്ദത ഒരു കുറ്റമാണ്, അതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.